കോഴിക്കോട് വടകരയിൽ വീണ്ടും ബസ് സമരം. ക്ഷമിക്കണം, കണ്ണൂർ തലശ്ശേരിയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സമരം പ്രഖ്യാപിച്ചത്. പെരിങ്ങത്തൂർ സംഭവത്തിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്ന സമരം ഇന്നലെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ആകാശ് നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ആകാശ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് വടകരയിൽ വീണ്ടും ബസ് സമരം ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരിയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സമരം പ്രഖ്യാപിച്ചത്. പെരിങ്ങത്തൂർ സംഭവത്തിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്ന സമരം ഇന്നലെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാർ ബസ് തടഞ്ഞു. അപ്പോൾ തടഞ്ഞതിന് ശേഷം നമുക്ക് ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. എല്ലാവരും സമയം തെറ്റി, ഈ ഓടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഈ കിടക്കുന്നത്. ആകാശ് തടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആകാശ്, ഗുഡ് മോർണിംഗ്. എന്തിനാണ് ഈ സമരം? ഗുഡ് മോർണിംഗ് വിനിൽ. പെരിങ്ങത്തൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിക്കുകയുണ്ടായത്. അതിന് പിന്നാലെ 4 ദിവസമായി തുടർന്ന സമരമാണ് ഇന്നലെ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒത്തുതീർപ്പിലെത്തിയത്. എന്നാൽ വാട്സപ്പ് കൂട്ടായ്മ വഴി പ്രചരിച്ച സമരമായതിനാൽ ഡിവൈഎഫ്ഐയിൽ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെ ബസ് തടയുകയും അതിനെ തുടർന്ന് ഒരു പ്രതിഷേധവും നടന്നു. അതിന് പിന്നാലെയാണ് ബസ് ജീവനക്കാർ ഇന്ന് പണിമുടക്കാൻ തീരുമാനമെടുത്തത്. ബിനിൽ, ശരി, തലശ്ശേരിയിലെ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് പിന്നാലെയാണ് വീണ്ടും പണിമുടക്കാൻ ബസ് ജീവനക്കാർ വടകരയിലും തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയുള്ള യാത്രക്കാരെ സാധാരണ ജനങ്ങൾ വലയ്ക്കുന്ന സമരമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല.